അച്ചടക്കം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല, അവർ സ്വയം ശീലിക്കുന്ന അല്ലെങ്കിൽ പരിശീലിക്കുന്ന ഒന്നായി അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ അല്ലെങ്കിൽ സ്കൂളിലെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി അച്ചടക്കത്തിനെ അവർ സ്വയം ശീലിച്ചു കഴിഞ്ഞു. സായി ഗ്രാമം പടർന്നു പന്തലിച്ച ശ്രീ സത്യസായി വംശവൃക്ഷമാണ്. ഒരുപാട് ശാഖകളും ശാഖോപശാഖകളുമുള്ള സായി ഗ്രാമം. അതിലെ ദൃഢതയാർന്ന ഒരു ശാഖയാണ് വിദ്യാമന്ദിർ. 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ സൗജന്യമായ ഒരു വിദ്യാലയം. അതാണ് സായി ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ലക്ഷ്യം. അതിനായി വിദ്യാമന്ദിരം സായി ഗ്രാമത്തിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സായി ഗ്രാമത്തിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്, പ്രാർത്ഥനാലയങ്ങളുണ്ട്. അതിലൊരു സരസ്വതി ക്ഷേത്രമാണ് ഇവിടുത്തെ വിദ്യാമന്ദിർ. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയം. ഹമാരേ സായി രാം ബേടാ പ്യാരേ സായി രാം പ്രേം ബാരാ ദിൽ മേ ഹമാരേ സായി രാം പ്രേം ബാരാ ദിൽ മേ ഹമാരേ സായി രാം. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകർ അവസരം നൽകുന്നു. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയും കലാസാംസ്കാരിക സമ്പന്നതയുടെ ഒപ്പമാണ് വളരുന്നത്. ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഏനേനോ ഏനേനോ ഏനേനേനോ ഏനേനോ ഏനേനോ ഏനേനേനോ ഏനേനോ 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 ഏനോ ഏനോ ഏനേനോ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നരമോളെ എൻ്റെ ഇണക്കിളിയേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമെതിയാനായി നിന്നെയും കൂട്ടി കൊണ്ടുപോവാലോ എൻ്റെ ഇണക്കിളിയേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമെതിയാനായി നിന്നെയും കൂട്ടി കൊണ്ടുപോവാലോ എൻ്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ. കുട്ടനാടൻ പാടത്ത് പെണ്ണെ കറ്റമെതിയാനായി നിന്നെയും കൂട്ടി കൊണ്ടുപോവാലോ എൻ്റെ ഇണക്കിളിയേ. സരി 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 ഗമ സരി ഗമ കിളികളായി പാറി നടക്കാം. സായി ഗ്രാമം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഇടം കൂടിയാണ്. വിൽ പവറോടുകൂടി നമ്മളെ തന്നെ മുകളിലേക്ക് ആപ്പിൾ എറിയുന്നത് പോലെ മുകളിലേക്ക് എറിയണം. അപ്പോൾ നേരത്തെ പരാബോളേക്കാൾ കൂടുതൽ മുകളിൽ നമ്മളെത്തി. സംഗീതം, നൃത്തം, നാടകം, ചിത്രമെഴുത്ത്, സിനിമ തുടങ്ങി വ്യത്യസ്തമായ കലാ സാംസ്കാരിക മേഖലകളിലെ ശ്രദ്ധേയരായ വ്യക്തികൾ സായി ഗ്രാമത്തിലെത്തുന്നു. അവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും പ്രസംഗങ്ങളും കാണാനും കേൾക്കാനും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവസരമുണ്ടാകുന്നു. അതൊരു ഭാഗ്യമാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഉന്നതരായ കലാകാരന്മാരെയും സാംസ്കാരിക നായകന്മാരെയും കാണാനും കേൾക്കാനും കഴിയുകയെന്ന ഭാഗ്യം. അതുകൊണ്ട് തന്നെ മറ്റു സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ പാഠങ്ങൾ പഠിക്കാൻ സായി വിദ്യാമന്ദിറിലെ കുട്ടികൾക്കാവുന്നു. മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ഈ സ്കൂളിൽ ആശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്കൂളിലെ പഠനങ്ങളെല്ലാം നടക്കുന്നത്. കുട്ടികൾക്ക് മറ്റു സ്കൂളുകളിൽ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന വിഷയമൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ ഈ സ്കൂളിൽ അങ്ങനെയുള്ള സാൻസ്ക്രിറ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാഫ്റ്റ്,
മ്യൂസിക് എന്നിവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഒത്തിരി പോസിറ്റീവ് എനർജി എല്ലാ ഭാഗത്തു നിന്നും ഒത്തിരി പോസിറ്റീവ് എനർജി കുട്ടികളിലേക്കും ടീച്ചേഴ്സിലും ഒക്കെ വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവിടെ സുന്ദരമായ രീതിയിൽ പഠിക്കാനും ടീച്ചേഴ്സിന് പഠിപ്പിക്കാനും ഒത്തിരി സാധ്യത കൂടുതലാണ്. ഇടത്തും വലത്തും വെച്ചുകെട്ടെ ചെമ്പോരൻ ചെന്ന് മുട്ടുമടക്കമ്പം മാമ്പോരൻ ചെന്ന് തട്ടിയിളക്ക് മാമ്പോരൻ ചെന്ന് മുട്ടുമടക്കുമ്പോ ചെമ്പോരൻ ചെന്ന് തട്ടിയിളക്ക് അക്കരയിലെ മരക്കണ്ടത്തിലെ മരമടിയുടെ തുരിശമേ കരട്ടി മീനും കുരിശു കട്ടയും മരത്തിന്മീതെ മറിയുന്നേ പറിക്കുന്നു ഞാറ് ലയിക്കുന്നു ഞാറ് പറിച്ച് പിടികെട്ടി എറിയുന്നു പച്ചക്കിളി ചെന്ന് വീമ്പോരെ എന്റെ നാറ്റുകിളി ചെന്ന് വീരട്ടെ തന്തനാനി തനിതന്നാനി തന്തനാനി തന്നാന തന്തനാനി തനി തന്നാനി തന്തനാനി തന്താന. സർവകലാശാല എന്ന് വിളിക്കേണ്ടത് ഇത്തരം പാഠശാലകളെയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കണ്ടറിയാൻ എല്ലാ മാതൃകകളും ഈ ഗ്രാമത്തിലുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുകയേ വേണ്ടൂ. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രവർത്തനങ്ങളിൽ കൂടെയാണ്. ഞങ്ങൾ ബാലഭവൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാലഭവൻ കുട്ടികൾക്കായിട്ട് ഞങ്ങൾ ഗ്ലോബൽ മോണ്ടിസോറി മെത്തേഡായ മറിയ മോണ്ടിസോറിയുടെ ഗ്ലോബൽ മോണ്ടിസോറി മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുവഴി കുട്ടികൾ വളരെയേറെ സന്തോഷത്തിലാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രവർത്തിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. എന്ത് കാര്യവും നമ്മൾ പ്രവർത്തനങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തനങ്ങളുടെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ ശിക്ഷണമോ യാതൊന്നും തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. നമുക്കിവിടെ കളിക്കാനും പാട്ട് പഠിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്ക് കഴിയുന്നു. ഇവിടെ നമുക്കെല്ലാം ഫ്രീ ആയിട്ട് തരുന്ന ഇതൊക്കെയാണ്. നമ്മൾ ബസ്സിലൊക്കെ കയറുന്നു. മറ്റ് സ്കൂളിലേക്കാട്ടി നല്ല സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. സ്കൂളിൻ്റെ അന്തരീക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് തികച്ചും പച്ചപ്പ് നിറഞ്ഞ ശുദ്ധവായുവും ഒക്കെ കിട്ടുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് സ്കൂളിൽ ഉള്ളത്. വീട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യം ടീച്ചറിനോട് അമ്മയെക്കാളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടും പേടിയില്ലാതെയും സ്നേഹിച്ചും വളരുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഈ സ്കൂളിൽ വന്ന് സായി ഗ്രാമത്തിൽ വന്ന് പഠിച്ചു പോകാൻ വളരെ താല്പര്യമാണ്. അസുഖം വന്നാൽ പോലും വീട്ടിലിരിക്കാറില്ല. എനിക്ക് സ്കൂളിൽ പോകണം എന്ന രീതിയിൽ വിളിച്ചാണ് ഇവിടെ വരുന്നത്. പണത്തിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള അതേ മാതൃക ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പഠനത്തിനായി ശ്രീ സത്യസായി ട്രസ്റ്റ് ഇവിടെ ഒരുക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ മനുഷ്യരോടും മറ്റ് ജന്തുക്കളോടും പ്രകൃതിയോടും ഇടപെട്ട് വളരണം. എങ്കിലേ സ്വാർത്ഥത കുറയും, കാരുണ്യത്തിൻ്റെയും നന്മയുടെയും മനസ്സുണ്ടാകും. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം കൂടി പഠനത്തോടൊപ്പം വേണമെന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ ആഗ്രഹിക്കുന്നു. അതിനനുയോജ്യമായ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. സുമനസ്സുകളുടെ സഹകരണവും സ്നേഹവും കൊണ്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. ഇത് സായിഗ്രാമം നൽകുന്ന ഒരു ദിവ്യ സന്ദേശമാണ്. ഔദാര്യപൂർവ്വം കുട്ടികൾക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ എല്ലാം ജന്മദിനം വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. ഞാനൊരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഭംഗിയല്ല, എങ്കിലും മറ്റുള്ളവരും അതുമാതിരി ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയുകയാണ്. 1000 രൂപ ഒരു മാസം
കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ജന്മദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ സായി നികേതൻ എന്ന അനാഥാലയത്തിലെ കുട്ടികൾ, സായുജ്യത്തിലെ അമ്മൂമ്മമാർ, സാന്ത്വനത്തിലെ കുട്ടികൾ, ഇവരെ ഓർക്കുക. ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നുവെങ്കിൽ ബന്ധപ്പെടുക. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, കേരള, ശാസ്തമംഗലം, തിരുവനന്തപുരം. ശ്രീ സത്യസായി ബാബയുടെ 88ാം ജന്മദിനം നവംബർ 9 മുതൽ നവംബർ 23 വരെ സായി ഗ്രാമത്തിൽ സമുചിതമായി ആഘോഷിക്കുന്നു. ശ്രീ VS ശിവകുമാർ, ശ്രീ KC ജോസഫ് തുടങ്ങിയ മന്ത്രിമാരും സ്പീക്കർ ശ്രീ G കാർത്തികേയൻ അടക്കമുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. എൺപത്തിയെട്ട് മണിക്കൂർ സായി സംഗീതോത്സവത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞർ അണിനിരക്കുന്നു. ശ്രീ സത്യസായി ബാബയുടെ 88ാം ജന്മദിനമായ നവംബർ 23 സായി ഗ്രാമത്തിൽ സമൂഹ വിവാഹം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ 0471 272 1422 2115161. സായി വിദ്യാമന്ദിറിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. സായി ഗ്രാമത്തിലെ പുതിയ സന്ദേശങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.